പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് രണ്ടാമത്തെ പാഠം പഠിക്കാം. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത് കിത്ത് സാലിഹിൻ്റെ വീട്ടിലെത്തി അവിടെയുള്ള കൂട്ടുകാരെയൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ കിത്തിന് കൽബ് പാല് കൊടുത്തു അല്ലേ? പാല് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് കിത്ത് ഇത് കാണുന്നത്. എന്ത് കാണുന്നത്? ഒരു ചില്ല് പാത്രത്തിൽ മീൻ നിൽക്കുന്നത് കാണുന്നത്. ചെറിയൊരു ചില്ല് പാത്രം, അതിനകത്ത് നല്ലൊരു മീൻ അല്ലേ, മത്സ്യം. മീനിന് എന്താ പറയുക അറബിയിൽ? സമക്കുൻ. മീൻ എന്താ പറയാ? സമക്കുൻ. ഈ കിത്ത് മീനിനെ കണ്ടപ്പോൾ പറയുകയാണ് സമക്കുൻ ജമീലുൻ. എന്താ പറയുന്നത്? സമക്കുൻ ജമീൽ. എന്താ സമക്കുൻ ജമീൽ എന്ന് പറഞ്ഞാൽ? ഭംഗിയുള്ള മീൻ. കിത്തിന് ഈ മീനിനെ കണ്ടപ്പോൾ തന്നെ കൊതിയായി, ഈ മീനിനെ തിന്നാൻ കൊതിയായി. പൂച്ച മീനാണല്ലോ തിന്നുക അല്ലേ? അങ്ങനെ ഈ മീനിനെ കണ്ടപ്പോൾ ഇതിനെ തിന്നണം എന്നാണ് നമ്മുടെ കിത്ത് വിചാരിക്കുന്നത്. നല്ല കൊതിയോടെ ആ മീനിനെ നോക്കുന്നതാണ് ഇതല്ലേ. സമക്കുൻ ജമീൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നോക്കുന്നത്. നല്ല മീൻ, നല്ല ഭംഗിയുള്ള മീൻ. അങ്ങനെ ഉരീദു സമക്ക എന്ന് വിചാരിച്ചു. അതായത് എനിക്ക് ഈ മീൻ വേണം എന്ന് ആ കിത്ത് വിചാരിച്ചുകൊണ്ട് മീനിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്, മീനിനെ പിടിക്കാൻ വേണ്ടി. അപ്പോഴാണ് ആര് വരുന്നത്? സൂസ് വരുന്നത്. ഇതാണ് സൂസ്. സൂസ് എന്ന് പറഞ്ഞാൽ എന്താ? കോഴിക്കുഞ്ഞല്ലേ. കോഴിക്കുഞ്ഞ് അങ്ങോട്ടേക്ക് വന്നു. കോഴിക്കുഞ്ഞിന് മനസ്സിലായി നമ്മുടെ കിത്ത് സമക്കിനെ പിടിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ കോഴിക്കുഞ്ഞ് പറഞ്ഞു, ഹാദാ സമക്കി. എന്താ പറഞ്ഞത്? ഹാദാ സമക്കി. അതെടുക്കല്ലേ മോനെ, അതെൻ്റെ മീനാണ് എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? കോഴിക്കുഞ്ഞ്. സൂസ്. കോഴിക്കുഞ്ഞിന് എന്താ പറയുക? സൂസുൻ. മീനിനോ? മീനിനെന്ത് പറയും? സമക്കുൻ. കോഴിക്കുഞ്ഞിന് സൂസുൻ. ഓക്കെ. അങ്ങനെ കോഴിക്കുഞ്ഞ് വിട്ടുകൊടുത്തില്ല. അതെൻ്റെ മീനാണ്, എടുക്കരുത് എന്ന് കോഴിക്കുഞ്ഞ് പറഞ്ഞു. അപ്പോൾ കിത്ത് പറഞ്ഞു എൻ്റെ മീനാണെന്ന്. കോഴിക്കുഞ്ഞ് വീണ്ടും പറഞ്ഞു എൻ്റെ മീനാണെന്ന്. അങ്ങനെ അവർ തമ്മിൽ പ്രശ്നമായി. ഈ ഒരു പാട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ പാട്ട് അവർ പറയുന്നതാണ്. എന്താണ് പാട്ട്? ഹാദാ സമക്കി ഹാദാ സമക്കി കാലൽ കിത്തു ഹാദാ സമക്കി കാലസൂസു ഹാദാ സമക്കി ലാലാ ലാലാ ഹാദാ സമക്കി കാലൽ കിത്തു ഹാദാ സമക്കി കാലസൂസു ഹാദാ സമക്കി. നല്ല പാട്ടാണ്. ഈ നമ്മുടെ കിത്ത് മീനിനെ പിടിക്കാൻ വന്നപ്പോൾ സൂസ് എന്ത് പറഞ്ഞു? എൻ്റെ മീനാണെന്ന്. അപ്പം കിത്ത് പറഞ്ഞു എൻ്റെ മീനാണെന്ന്. അതാണ് ഈ പാട്ടിലുള്ളത്. ഹാദാ സമക്കി, ഇതെൻ്റെ മീനാണ്. ഹാദാ സമക്കി, ഇത് എൻ്റെ മീനാണ്. കാലൽ കിത്തു, ആര് പറഞ്ഞു? കിത്ത് പറഞ്ഞു. ഹാദാ സമക്കി, കിത്ത് പറഞ്ഞു ഹാദാ സമക്കി, ഇതെൻ്റെ എൻ്റെ മീനാണെന്ന്. അതേപോലെ തന്നെ ആരും പറഞ്ഞു? കാല സൂസു, സൂസും പറഞ്ഞു. കോഴിക്കുഞ്ഞനും എന്ത് പറഞ്ഞു? ഹാദാ സമക്കി ഹാദാ സമക്കി, എൻ്റെ മീനാണ് എൻ്റെ മീനാണ് എന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ തർക്കമായി. അപ്പോഴാണ് ആര് വരുന്നത്? സ്വാലിഹ് വരുന്നത്. സ്വാലിഹ് നോക്കുമ്പോൾ രണ്ടുപേരും കൂടെ തർക്കിക്കുകയാണ് അല്ലേ. അപ്പോൾ സാലിഹിന് കാര്യം മനസ്സിലായി, രണ്ടുപേരെയും തർക്കിക്കാൻ വിട്ടാൽ അടികൂടും. അതുകൊണ്ട് സ്വാലിഹ് എന്ത് ചെയ്തു? ഒരു പാത്രത്തിൽ കുറച്ച് അരിമണി കൊണ്ടുവന്നു അല്ലേ. എന്നിട്ട് കോഴിക്കുഞ്ഞിനെ അങ്ങോട്ടേക്ക് വിളിച്ചു. തആലിയ സൂസ്. എന്താ വിളിച്ചത്? തആലിയ സൂസ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിരുന്നു അല്ലേ. തആൽ, വരൂ എന്ന് പറയാൻ വേണ്ടി തആൽ എന്ന് പഠിച്ചിരുന്നു. ആട്ടിൻകുട്ടിയോട് വെള്ളം കുടിക്കാൻ വരൂ എന്ന് പറയാൻ തആൽ എന്നാണ് സിംഹം പറഞ്ഞിരുന്നത് അല്ലേ. അതേപോലെ സ്വാലിഹ് നമ്മുടെ സൂസിനെ അങ്ങോട്ടേക്ക് വിളിച്ചു. തആൽ എന്നാണ് വിളിച്ചത് അല്ലേ. തആലിയ സൂസ്, സൂസേ വരൂ. ഹാദാ റുസുൻ, ഇതാ നെന്മണി, ഇത് അരിമണി ഇതല്ലേ. റുസുൻ മീൻസ്, റുസുൻ എന്ന് പറഞ്ഞാൽ അരി, അരിമണി. അരി ഇതാ, അരി തിന്നോളൂ. നീ പൂച്ചയുമായിട്ട് കിത്തുമായിട്ട് അടിയുണ്ടാക്കാതെ ഇങ്ങോട്ട് വരൂ. ഞാൻ നിനക്ക് അരി കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വാ എന്ന് സ്വാലിഹ് സൂസിനെ വിളിച്ചു. ഹാദാ റുസുൻ, ഇതാ അരി ഇതാ. അങ്ങനെ സൂസ് സാലിഹിൻ്റെ അടുക്കലേക്ക് പോയിട്ട് അരി തിന്നു. അങ്ങനെ ആ പ്രശ്നം തീർന്നു അല്ലേ. ഇവിടെ ഇതാ രണ്ട് വാക്കും കൊടുത്തിട്ടുണ്ട്.
ഒന്നാമത്തത് സമക്കുൻ, മീൻ. മീൻ എന്താ പറയുക? സമക്കുൻ. ഇതില് ആദ്യത്തെ അക്ഷരം നോക്കൂ, ചുവന്ന നിറത്തിലുള്ള അക്ഷരം എന്താണ്? സ. ചുവന്ന നിറത്തിലുള്ള അക്ഷരമാണ് സ. സീന് എന്നാണ് അക്ഷരത്തിന്റെ പേര്. സീനിന്റെ മുകളിൽ ഫതഹ് ഇട്ടപ്പോൾ സ എന്ന് വായിക്കും. അടുത്ത വാക്ക് കോഴിക്കുഞ്ഞാണല്ലേ. അതിനെന്താ പറഞ്ഞത് നമ്മള്? സൂസുൻ. അതിന്റെ ഒന്നാമത്തെ അക്ഷരം നോക്കൂ, രണ്ടും ഒന്നാണോ? സമക്കുൻ എന്നതിന്റെ ഒന്നാമത്തെ അക്ഷരം സീനാണല്ലേ. സൂസുൻ എന്നതിന്റെയോ? ചുവന്ന അക്ഷരം നോക്കൂ, ഒരേപോലെയാണോ ഉള്ളത്? മാറ്റമുണ്ട്. അപ്പൊ ഈ അക്ഷരം വേറെ അക്ഷരമാണ്. ഇത് വേറെയാണ്, ഇത് വേറെയാണ്. ഈ അക്ഷരത്തിന്റെ പേരാണ് സ്വാദ്. ഇതിന്റെ പേരോ? സീന്. സമക്കുന്റെ അക്ഷരം സീനാണ്, സൂസിന്റെ അക്ഷരം സ്വാദാണ്. സ്വാദിന്റെ മേലെ ലമ്മിട്ടപ്പോൾ സു എന്ന് വായിക്കും. വായിക്കുമ്പോൾ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്ന് സ, ഒന്ന് സ്വ, അതാണ് വ്യത്യാസം. ഓക്കെ. ഈ സീനും സ്വാദും എഴുതാൻ നിങ്ങൾ പഠിക്കണം. സീൻ ഇവിടെ എഴുതിയിരിക്കുന്നു, ഇതേപോലെയാണ് സീൻ ഉണ്ടാവുക. സമക്കുന്റെ സീന് ഇത് നമ്മൾ പഠിച്ചു, റാ അല്ലേ. ഇതും നമ്മൾ പഠിച്ചു, അലിഫ്. ഇതിനൊക്കെ നിറം കൊടുക്കുക. എന്താണ് ഈ അക്ഷരം? അലിഫ്. ഇനി ഇതും നമ്മൾ പഠിച്ചു. ഏതാണ്? ബാ. ഇതാണ് സീന്. അതന്നെ സീന്. ഇത് നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? അല്ല, ഹാ. ഇതേതാണ്? ജീമിനെ പോലെയുണ്ട്, പക്ഷെ ജീമിനൊരു കുത്തുണ്ടാകും. ഈ ഹായിന് കുത്തുണ്ടാവില്ല. ഇനി ഇവിടെ ഒരു അരിമണി കൊടുത്തിട്ടുണ്ട്. ഈ അരിമണി ഈ കുത്തുകൾക്ക് മുകളിലൂടെ വരക്കാം. ഇങ്ങനെ ഈ അരിമണി പോലെയാണ് സ്വാദ് എഴുതുന്നത് അല്ലേ. അരിമണി വരക്കുന്നത് പോലെ സ്വാദിന്റെ ഇവിടെ വരക്കാം. ജീമ് കറേ. ഇത് നോക്കൂ, ഇതേപോലെയാണ് സ്വാദ് എഴുതേണ്ടത്. ഇവിടെ നിന്നും ഏറോ മാർക്ക് നോക്കിയിട്ട് അതേപോലെ തുടങ്ങുക, എന്നിട്ട് ഇങ്ങനെ എഴുതുക. സ്വാദ് അല്ലെ. സ്വാദ്. ഇവിടെ സ്വാദിന് നിറം കൊടുക്കുക. അപ്പോൾ സീനും സ്വാദും ഉണ്ട്, രണ്ടും മാറിപ്പോകരുത്. ഒന്ന് സ്വാദാണ്, ഒന്ന് സീനാണ്. ബാബി ബൂബ്. സമക്കിന്റെ അക്ഷരം ഏതാണ്? സീന്. സൂസിന്റെ അക്ഷരം ഏതാണ്? സ്വാദ്. ഇവിടെ രണ്ടും കൊടുത്തിട്ടുണ്ട്. ചുവന്ന വട്ടത്തില് സ്വാദും നീലവട്ടത്തില് സീനും. പിന്നെയോ താഴെ ഒരു പൂവുണ്ടല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? ഈ പൂവിന് നിറം കൊടുക്കണം. പൂവിന്റെ ഓരോ ഇതളുകളിലും ഓരോ അക്ഷരം എഴുതിയിട്ടുണ്ട്. ചില ഇതളുകളിൽ സീൻ എഴുതിയിട്ടുണ്ട്, മറ്റു ചില ഇതളുകളിൽ സ്വാദ് എഴുതിയിട്ടുണ്ട്. സ്വാദ് എഴുതിയ ഇതളുകൾക്ക് ചുവന്ന നിറം കൊടുക്കുക, സീൻ എഴുതിയ ഇതളുകൾക്ക് നീല നിറവും കൊടുക്കുക. അത് നിങ്ങൾ നിറം ചെയ്യുക. ഈ ഇലകൾക്ക് പച്ച നിറം കൊടുക്കാം. പിന്നെയോ ഇവിടെ കുറെ വാക്കുകൾ കാണുന്നുണ്ട് അല്ലെ. ഈ വാക്കുകളിലൊക്കെ സീനും സ്വാദുമുണ്ട്. ചില വാക്കുകളിൽ സീനുണ്ടാകും, ചില വാക്കുകളിൽ സ്വാദുണ്ടാകും. അത് നമ്മൾ നോക്കണം. ഒന്നാമത്തെ കള്ളിയിലുള്ള വാക്കിൽ സീനാണുള്ളത് അല്ലേ. ആദ്യത്തെ അക്ഷരം സീനാണല്ലേ. സു. സീനിന്റെ മേലെ ലമ്മിട്ടിരിക്കുന്നു, അപ്പൊ സു എന്ന് വായിക്കും അല്ലേ. രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? സ്വാദാണ്. മൂന്നാമത്തെ വാക്കിന്റെയോ? സീനും ഉണ്ട്. മൂന്നാമത്തെ വാക്കിന്റെ രണ്ടാമത്തെ അക്ഷരം സീനാണല്ലേ. നാലാമത്തെ വാക്കിന്റെ രണ്ടാമത്തെ അക്ഷരം സ്വാദ്. അടുത്ത വാക്കിന്റെ അവസാനത്തെ അക്ഷരം സീന്. പിന്നത്തെ വാക്കിന്റെ രണ്ടക്ഷരങ്ങൾ സ്വാദാണ് അല്ലേ. ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും സ്വാദാണ്. അപ്പൊ ഇത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭാഗത്ത് രണ്ട് കോളങ്ങളിലായിട്ട് സീനും സ്വാദും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ കോളത്തിൽ മുഴുവൻ സീനും രണ്ടാമത്തെ കോളത്തിൽ മുഴുവൻ സ്വാദുമാണുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വരിയും നോക്കിയിട്ട് അതിനകത്തുള്ള അക്ഷരം സീനാണോ സ്വാദാണോ എന്ന് കണ്ടുപിടിക്കുക. ഒന്നാമത്തെ കള്ളിയിലുള്ള അക്ഷരം സീനാണല്ലേ. അതുകൊണ്ട് അതിന് നേരെയുള്ള സീന് എന്ന കള്ളിയിൽ അതിന് നേരെയുള്ള സീനുള്ള കള്ളിയിൽ പച്ച നിറം കൊടുത്തു. രണ്ടാമത്തെ വരിയിൽ സ്വാദാണുള്ളത് അല്ലേ. അതുകൊണ്ട് അതിന് നേരെയുള്ള സ്വാദിന്റെ കള്ളിയിൽ
മഞ്ഞ നിറം കൊടുത്തു. മൂന്നാമത്തെ കള്ളിയിൽ എന്താണുള്ളത്? സീനാണുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ഏത് നിറം കൊടുക്കും? സീനിന്റെ കള്ളിയിൽ പച്ച നിറം കൊടുക്കണം. പിന്നെയോ നാലാമത്തെ കള്ളിയിൽ ഏതാണുള്ളത്? സ്വാദല്ലേ? അപ്പോൾ സ്വാദിന്റെ കള്ളിയിൽ മഞ്ഞ നിറം കൊടുക്കുക. പിന്നെയോ കീസുൻ എന്നതിൽ സീന് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ സീനിന്റെ കള്ളിയിൽ പച്ച നിറം കൊടുക്കുക. അവസാനത്തേത് സ്വാദാണ് കാണുന്നത് അല്ലേ? അപ്പോൾ സ്വാദിന്റെ കള്ളിയിൽ മഞ്ഞ നിറം കൊടുക്കുക. അങ്ങനെ നിറം കൊടുക്കുക. ഇതോടെ നമ്മുടെ രണ്ടാമത്തെ പാഠം കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മൂന്നാമത്തെ പാഠം പഠിക്കാം. പൂച്ചയുണ്ട്. ആ പൂച്ചയാണ് ടിത്തു. ആരാണ്? ടിത്തു. ആരാ?